ഇപ്പോഴിതാ ഇടുക്കിയുടെ വിശേഷങ്ങളുമായി അമൽനാഥ് കൂടി ചേരുന്നുണ്ട്. അമൽനാഥ്, അങ്ങനെ എല്ലാ ജില്ലകളിലും വലിയ ആവേശത്തിലാണ്, വലിയ ആത്മവിശ്വാസത്തിലാണ് സ്ഥാനാർത്ഥികൾ. ഇടുക്കിയിൽ നിന്ന് പങ്കുവയ്ക്കാൻ സാധിക്കുന്ന വിശേഷങ്ങൾ എങ്ങനെയാണ്? ജില്ലകൾക്ക് സമാനമായ ആവേശം തന്നെയായിരുന്നു ഇടുക്കി ജില്ലയിലും കാണാൻ വേണ്ടി സാധിച്ചത്. ഇടുക്കി ജില്ലയിൽ പ്രധാനമായും വെങ്ങല്ലൂർ ടൗൺ കേന്ദ്രീകരിച്ചായിരുന്നു കൊട്ടിക്കലാശം ഉണ്ടായിരുന്നത്. വിവിധ ഭാഗങ്ങളിൽ നിന്നും മങ്ങാട്ട് കവല, ഒപ്പം തന്നെ കുമ്മംകല്ല്, അങ്ങനെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പ്രവർത്തകർ ഈ വെങ്ങല്ലൂർ നഗരത്തിലേക്ക് എത്തുകയും അവിടെയാണ് കൊട്ടിക്കലാശം അതിന്റെ ഏറ്റവും ആവേശത്തിൽ കാണാൻ വേണ്ടി സാധിച്ചത്. ഏകദേശം വൈകുന്നേരം ഒരു 3:30-4 മണിയോടുകൂടി തന്നെ പ്രവർത്തകർ ഇത്തരത്തിൽ വിവിധ വാർഡുകളിൽ നിന്നും ഈ വെങ്ങല്ലൂർ ടൗണിലേക്ക് എത്തുകയായിരുന്നു. പ്രത്യേകിച്ച് പറയേണ്ടത് ഇടതുപക്ഷത്തിന്റെ കൊട്ടിക്കലാശം, ഒപ്പം തന്നെ ഈ പ്രചരണ പരിപാടികൾ ഒക്കെ തന്നെയായിരുന്നു. ഇടതുപക്ഷ സ്ഥാനാർത്ഥികളൊക്കെ തന്നെയും വലിയ ആത്മവിശ്വാസത്തിലാണ് തുടക്കം മുതൽ തന്നെ ഉണ്ടായിരുന്നത്. വിവിധ സ്ഥാനാർത്ഥികൾ ഈ കൊട്ടിക്കലാശത്തിന്റെ ഭാഗമായി ഈ ടൗൺ കേന്ദ്രീകരിച്ചെത്തിയിരുന്നു. ഒപ്പം തന്നെ മറ്റു സ്ഥാനാർത്ഥികൾ ഇന്നും വീടുകൾ കയറുന്ന തിരക്കിൽ കൂടിയായിരുന്നു. ഇന്ന് രാവിലെ മുതൽ തന്നെ വീടുകൾ കയറി പ്രചരണം നടത്തുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ പ്രചരണത്തിന്റെ ഭാഗമായി ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ മുന്നോട്ട് വെച്ചത് വികസനം തന്നെയാണ്. പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാരിന്റെ വികസനങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് ഈ ഇടുക്കി ജില്ലയിലെ വിവിധ വികസന പദ്ധതികൾ തൊട്ടു കാണിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ട് അത്തരത്തിലാണ് വോട്ട് അഭ്യർത്ഥിച്ചിട്ടുണ്ടായിരുന്നത്. അതിനാൽ തന്നെ ജനങ്ങൾ വലിയ സ്വീകാര്യതയോടുകൂടി ഇടതുപക്ഷ സ്ഥാനാർത്ഥികളെ നെഞ്ചേറ്റുന്ന കാഴ്ചകൾ കാണാൻ വേണ്ടി സാധിച്ചു. അതിന്റെ ഒരു ദൃശ്യം തന്നെ, അല്ലെങ്കിൽ അതിന്റെ ഒരു ഉദാഹരണം തന്നെയായിരുന്നു ഇന്ന് കൊട്ടിക്കലാശത്തിലും കാണാൻ സാധിച്ചത്. ചെറിയ കുട്ടികൾ മുതൽ പ്രായമായവർ വരെ ഈ കൊട്ടിക്കലാശത്തിന്റെ ഭാഗമായി ഉണ്ടായിരുന്നു. മഴ ചെറിയ രീതിയിൽ ഒരു വെല്ലുവിളി ഉയർത്തിയെങ്കിൽ പോലും അതിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് ഈ പ്രവർത്തകർ വലിയ ആവേശത്തിൽ തന്നെ ഡിജെയുടെ ഭാഗമായി, ഒപ്പം തന്നെ കൊടികൾ ഉയർത്തിക്കൊണ്ട് വിവിധ നിറത്തിലുള്ള വെള്ളയും ചുവപ്പും നിറത്തിലുള്ള ബലൂണുകൾ ഉയർത്തി വിട്ടുകൊണ്ട് അത്തരത്തിൽ നൃത്തം ചവിട്ടിക്കൊണ്ട് ഈ കൊട്ടിക്കലാശത്തിന്റെ ഭാഗമാവുന്ന കാഴ്ചകൾ കാണാൻ വേണ്ടി സാധിച്ചു. വലിയൊരു ആവേശം തന്നെയാണ് ഇടുക്കി ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കൊട്ടിക്കലാശത്തിന്റെ ഭാഗമായി കാണാൻ സാധിച്ചത്. തീർച്ചയായും അങ്ങനെ എല്ലാ ജില്ലകളിലും വലിയ ആവേശത്തിലാണ്. അങ്ങനെ ആവേശത്തോടെ തന്നെ കൊട്ടിക്കലാശം ഇതാ പൂർണ്ണമായിരിക്കുകയാണ്. നാളെ നിശബ്ദ പ്രചരണമാണ്. അങ്ങനെ എല്ലാ ആത്മവിശ്വാസത്തിലും ആവേശം ഒട്ടും ചോരാതെ തന്നെ തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകൾ തെരഞ്ഞെടുപ്പ് ആവേശത്തിലേക്ക് കടന്നിരിക്കുകയാണ്. നാളെ നിശബ്ദ പ്രചരണം. 9-ാം തീയതി ആദ്യഘട്ട തദ്ദേശ തെരഞ്ഞെടുപ്പിനായി തെക്കൻ ജില്ലകൾ പോളിംഗ് ബൂത്തിലേക്ക് കടക്കുകയാണ്.